തെങ്ങില്ലാത്ത കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരു തെങ്ങെങ്കിലും വീട്ടിലില്ലാത്ത മലയാളികൾ ചുരുക്കമാണ് താനും. അപ്പോൾ ഈ നമ്മുടെയൊക്കെ വീട്ടിൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ് തെങ്ങോല. അപ്പോൾ ഈ തെങ്ങോലകൾ കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? ഈ തെങ്ങോലകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 3 ബിസിനസ്സുകളെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത് തെങ്ങോലകൾ ഉപയോഗിച്ചിട്ടുള്ള കർട്ടനാണ്. നമ്മൾ ബാംബു കർട്ടനും അതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉപയോഗിച്ചുള്ള കർട്ടൻ. അപ്പം തെങ്ങോല ഉപയോഗിച്ചും തെങ്ങോലകളെ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമുക്ക് കർട്ടൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഉള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്ലാസ്റ്റിക് സ്ട്രോകളൊക്കെ പൂർണ്ണമായിട്ട് നിരോധിച്ചേക്കുവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് പേപ്പർ സ്ട്രോകൾ വരുന്നുണ്ട്, അതിലും കുറേയധികം ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ എഡിബിൾ സ്ട്രോകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ തെങ്ങോല ഉപയോഗിച്ചും നമുക്ക് സ്ട്രോ ഉണ്ടാക്കാനായിട്ട് പറ്റും. അത് ഒരു പോസിബിലിറ്റിയാണ്. കാരണം ഈ റെസ്ട്രിക്ഷനൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെങ്ങോല വെച്ചിട്ടുള്ള സ്ട്രോയുടെ ബിസിനസ്സും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ഥാനമുണ്ടല്ലോ, തെങ്ങിൻ്റെ ഓലയിൽ നിന്നുള്ള ഈർക്കിലി വെച്ചിട്ടുണ്ടാക്കുന്ന ചൂല്, നമ്മുടെ സാധാരണ ചൂല് തന്നെ. അപ്പോൾ ഈ സാധാരണ ചൂലും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ നാട്ടിൽ സോഷ്യൽ ഓൺടർപ്രണേഴ്സ് ഒക്കെ ഇതിപ്പോൾ ഓൾറെഡി തന്നെ കുറേ പേര് വിജയിപ്പിച്ചിട്ടുള്ള മോഡലാണ്. ഈ തെങ്ങോല വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തെങ്ങിൻ്റെ ഈർക്കിൽ വെച്ചിട്ടുള്ള ചൂലും വലിയൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കും, ഇതൊരു അതിശയോക്തിയല്ലേ, തെങ്ങോല വെച്ചിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ അങ്ങനെയല്ല. ഇതിൻ്റെ റിയാലിറ്റി ശരിക്കും അറിയണമെങ്കിൽ നേരെ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്ന് പോയിട്ട് തെങ്ങോല വെച്ചിട്ടുള്ള സ്ട്രോകൾ, തെങ്ങോല വെച്ചിട്ടുള്ള ഈ പറയുന്ന കട്ടൻസ്, തെങ്ങോലയുടെ അല്ലെങ്കിൽ ഈർക്കിൽ വെച്ചിട്ടുള്ള ചൂലുകൾ, ഇതിൻ്റെയൊക്കെ വിലയും അതിൻ്റെ അകത്ത് നടക്കുന്ന സെയിൽസും ഒന്ന് അനലൈസ് ചെയ്ത് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ മാർക്കറ്റ് ഫീസിബിലിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി നോക്കണമെങ്കിൽ നിങ്ങൾ അതിൻ്റെ അകത്ത് ഈ ആളുകൾ ഈ പ്രൊഡക്റ്റുകളൊക്കെ വിൽക്കുന്ന എമൗണ്ട് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. അതിൽ എത്രത്തോളം MRP ഇട്ടിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്, ഓഫേഴ്സിന് ശേഷം എത്ര പ്രൈസിനാണ് അവർ സെല്ല് ചെയ്യുന്നത്, ഇത് നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ ഫീസിബിലിറ്റി മനസ്സിലാവും. ഓപ്പറേഷനലി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് മെക്കാനിസത്തിൽ നടത്താൻ പറ്റുന്ന ഒരു ബിസിനസ് കൂടിയാണ്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ, മാർക്കറ്റിംഗ് ആൻഡ് ഓപ്പറേഷൻ ഫീസിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സക്സസ് ആകാൻ സാധ്യതയുള്ള 3 ബിസിനസ്സുകൾ തന്നെയാണിത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, ഈ പറയുന്ന നമ്മളുടെ വീട്ടിലുള്ള ആ ചെറിയ തെങ്ങോല ഉണ്ടല്ലോ, അത് നിസ്സാരക്കാരനായിട്ടുള്ള ഒരാളല്ല കേട്ടോ.